പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എനിക്ക് കിട്ടിയ 2 ഉൾക്കാഴ്ചകൾ അതിനെയാണ് ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തത്. ഒന്ന്, ഈ പരിശുദ്ധാത്മാവ്, അതിന് വലിയ ഡൗട്ടുണ്ടായിരുന്നു. ഈ പരിശുദ്ധാത്മാവ് ഇത്രയും വലിയൊരു ശക്തി, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞതിലുള്ള ശക്തി എങ്ങനെയാണ് എൻ്റെ മനസ്സിൽ വന്ന് ഫില്ല് ചെയ്യുന്നത്? അത് ബ്രദർ വളരെ മനോഹരമായിട്ടൊരു ഡെമോൺസ്ട്രേഷൻ ആ ഗ്ലാസ്സിൽ ചെറുതായി വന്ന് ഗ്ലാസ്സിലേക്ക് ഇറങ്ങിയിട്ട് നമ്മുടെ ഉള്ളിൽ ഇറങ്ങിയിട്ട് പിന്നെ എക്സ്പാൻഡ് ചെയ്യുന്നു, അതിൽ നമ്മൾ തൂങ്ങിക്കിടക്കുന്നു. അത് എൻ്റെ ജീവിതത്തിൽ വളരെ കറക്റ്റാണ്. ഈ പരിശുദ്ധാത്മ ശക്തിയിൽ മാത്രം തൂങ്ങിക്കിടക്കുന്നൊരു വ്യക്തിയാണ് ഞാനിപ്പോൾ. എനിക്കത് വളരെ നല്ല എക്സ്പീരിയൻസ് ആയി. അത് ഞാനവിടെ ഷെയർ ചെയ്തു. പിന്നെ സെക്കൻഡ് തിങ്, ഞാൻ വളരെ സീരിയസ് ആയിട്ടുള്ള പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. കുമ്പസാരിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്. പക്ഷേ ഞാനിത് പറയുമ്പോഴേ എനിക്ക് പേടിയുണ്ട് ഉള്ളിൽ. ഞാനത് അച്ഛനുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്തു. അച്ഛൻ വഴക്ക് പറയുമോ, അല്ലെങ്കിൽ ഇനി ഇത് ചെയ്യരുതെന്നൊക്കെ പറയുമോ? പക്ഷേ ചെയ്യില്ല എന്ന് ഗ്യാരണ്ടി ഒന്നും എനിക്ക് കൊടുക്കാൻ പറ്റത്തില്ല, ദൈവത്തിനാണേലും. കാരണം ഞാൻ മനുഷ്യനാണ്, വീണു പോകും. പക്ഷെ ഇന്ന് വരെ ഒരു അച്ഛനും എന്നെ വഴക്ക് പറയാട്ടെ, ദേഷ്യപ്പെടാട്ടെ ഒന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് പ്രായശ്ചിത്തം പറയുന്ന ഒരു നന്മ നിറഞ്ഞ മറിയം. അപ്പം ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തിട്ട് എന്താ ഈ ഒരു നന്മ നിറഞ്ഞ മറിയം? പക്ഷേ ഇന്ന് ബ്രദറിൻ്റെ ക്ലാസ്സിൽ എനിക്ക് മനസ്സിലായി, 2017 വർഷം മുമ്പ് എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്ത് സഹിച്ച് നഗ്നനായി കുരിശിൽ മരിച്ച യേശു ക്രിസ്തു അത് ചെയ്തുകൊണ്ടാണ് ഈ ഒരു നന്മ നിറഞ്ഞ മറിയത്തിൽ കാര്യം കഴിഞ്ഞത്. ഇതാണ് എനിക്ക് കിട്ടിയ ബോധ്യം. വെരി ഗുഡ്, വെരി ഗുഡ്. ഇന്ന് ശരിക്കും കൈയടിച്ചോണ്ട് അടുത്ത ആൾ വരാം.